ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെറും 30 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അലുവയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. $250 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്ത് വയ്ക്കാം. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം വീണ്ടും 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മൊത്തം 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് നമുക്ക് ഈ അലുവ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി അത് ഒരു 3 പ്രാവശ്യം ചെറിയ അരിപ്പിൽ, അതായത് ചെറിയ ഹോളുള്ള അരിപ്പിലൊന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒട്ടും തരിയില്ലാതെ 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അലുവ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്താൽ നമുക്ക് അലുവ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇനി അതിലേക്ക് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിരുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന ഗോതമ്പ് പൊടി കലക്കി വെച്ചിരുന്നില്ലേ, അതും കൂടെ ഇപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി അങ്ങ് ചേർത്ത് കൊടുക്കാം. ചട്ടി അധികം അങ്ങ് ചൂടായിട്ടൊന്നുമില്ല, ചെറിയ തീയിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ മധുരമൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരുന്നത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് മധുരം ആയിട്ടുണ്ട് അലുവയ്ക്ക്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ സ്പീഡിലങ്ങ് ഇട്ട് കാണിക്കാം. അപ്പോൾ ഓരോ സ്റ്റേജ് മാറി മാറി വരുന്നത് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് കുറുകി വരും. പിന്നീടാണ് നമ്മൾ നല്ലതുപോലെ ഇളക്കി ഹൽവയുടെ പരുവത്തിലാക്കി എടുക്കേണ്ടത്. ഒരു 6 ഏലക്ക പൊടിച്ചതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഗ്യാസ് അടുപ്പായതുകൊണ്ട് ആ നടുക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഇതുപോലെ റെഡിയാക്കി എടുക്കാം.
ഇതുപോലെ നല്ല തിക്കായി വരുന്ന സമയത്ത് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു അരക്കപ്പ് നെയ്യ് മൊത്തത്തിൽ ഇതിന് ആവശ്യമുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് വെളിച്ചെണ്ണയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അരക്കപ്പ് നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്യ് മണം അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെളിച്ചെണ്ണ 1/4 കപ്പ് വീതം നെയ്യും വെളിച്ചെണ്ണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ പരുവം ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ ഇട്ട് കാണിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഒരു പരുവമായി വന്നിട്ടുണ്ട്. നല്ല ടൈറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് വീണ്ടും ഇളക്കി കൊടുക്കുക. ടൈറ്റായി വരുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഒരുവിധം പരുവായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സമയത്ത് കുറച്ചും കൂടെ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ നെയ്യായിരുന്നു ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി മുരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അലുവ ഇവിടെ റെഡിയായി. ഇനി ഒരു മയം പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അലുവ ഇതിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം.
ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി നോക്കി. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാനൊരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് മുറിച്ചെടുത്ത് നോക്കുകയാണ്. നമ്മൾ അലുവ ഉണ്ടാക്കി അടുത്ത ദിവസം മുറിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുക കണ്ടോ, നല്ല പഞ്ഞി പോലെ. ഇത് നല്ലതുപോലെ തണുത്ത് അടുത്ത ദിവസം എടുത്താൽ ഇതുപോലെ തന്നെ ഇരിക്കും. ബാക്കി ഞാൻ ഇനി അടുത്ത ദിവസം മാത്രമേ മുറിച്ചെടുക്കത്തുള്ളൂ. അടച്ചു മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്ത് നല്ല ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അലുവ ഇവിടെ റെഡിയായി കിട്ടി നമുക്ക്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. 30 മിനിറ്റ് ഇളക്കണമെന്നുള്ള ഒരൊറ്റ പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത്ര നേരം വീഡിയോ